എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ യ ധർത്തി ഹെ ഉസ് കിസാൻ കി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഖൂൻ ചാട്ടി വായു സെ ആപ്നെ ക്യാ സംജ. അതായത് കവിതയിൽ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്, ഖൂൻ ചാട്ടി വായു എന്നുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ खून चाटती वायु का मतलब है कि बहुत तेज गर्म और कड़ी हवा जो किसान के शरीर को थका देती है. അപ്പം ഖൂൻ ചാട്ടി വായു എന്നുള്ള പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബഹത് തേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സ്പീഡിലുള്ള, ഗർം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുള്ള, ഓർ കടി ഹവ അതായത് ഭയങ്കര ഹാർഷായിട്ടുള്ള കാറ്റ്. അതായത് നമ്മൾ ചില സമയത്ത് ഭയങ്കര ചൂട് കാറ്റടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവില്ലേ, ഒരുപാട് നമുക്ക് ചൂടും എന്തൊക്കെയാന്നുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. അപ്പം അതിനാണ്, അങ്ങനത്തെ കാറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ജോ കിസാൻ കി ശരീർ കോ ഥക്കാ ദേത്തി ഹെ. ആ കാറ്റ്, അങ്ങനെയുള്ള കാറ്റ് എന്താണ്, കർഷകരുടെ ശരീരത്തിനെ ഥക്കാ ദേത്തി ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷീണിപ്പിക്കും. ജൈസെ വ ഉസ്കാ ഖൂൻ ചൂസ് രഹി ഹോ. അത് കർഷകരുടെ രക്തം ചൂസ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊറ്റി കുടിക്കുക എന്നുള്ളതാണ്. അപ്പം കർഷകരുടെ രക്തം ഊറ്റി കുടിക്കുന്നത് പോലെയുള്ള വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള എന്താണ്, ചൂടും ഒക്കെയുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള തരത്തിലുള്ള കാറ്റിനെയാണ് ഖൂൻ ചാട്ടി വായു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഹ് ദിഖാത്ത ഹൈ കി കിസാൻ ബഹുത് കഠിൻ മൗസം മേ ബി മെഹനത് കർത്താ ഹൈ. ഈ ഒരു പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, കാണിക്കുന്നത് എന്താണ്, കർഷകര് ബഹുത് കഠിൻ മൗസം മേ ബി വളരെ ബുദ്ധിമുട്ടുള്ള കാലാവസ്ഥയിലും മെഹനത് കർത്താ ഹൈ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്, അധ്വാനിക്കുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ढेरों अन्न उपजाने के लिए किसान को किन किन का സാമന കർണ പെടുത്താ ഹെ. അതായത് ഒരുപാട് അധികം അന്നം ഉണ്ടാക്കാനായിട്ട്, അന്നത്തിന്റെ കൂമ്പാരം ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്താണ്, കർഷകർക്ക് എന്തിലൂടെയൊക്കെയാണ് കടന്നു പോകേണ്ടി വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നേരിടേണ്ടി വരുന്നത്. സാമന കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിടുക എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ബർസാത്ത് കാ സാമന കർണ പെടുത്താ ഹെ. ബർസാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാരിഷ്. അപ്പം കവിതയിൽ ബർസാത്ത് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടാണ് അതെടുത്ത് എഴുതിയിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ ബാരിഷ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഘാമ് എന്ന് വെച്ചാൽ എന്താ, തേസ് ധൂപ്പ്, നല്ല കൊടും വെയില്, അത് നേരിടേണ്ടതായിട്ട് വരും. ഖൂൻ ചാട്ടി വായു, ചോരയൂറ്റി കുടിക്കുന്ന പോലത്തെ അത്രയും വരണ്ട രീതിയിലൊക്കെയുള്ള കാറ്റ്, ശക്തമായിട്ടുള്ള ചൂട് കാറ്റിനെയാണ് പറയുന്നത്. ബാലോ കെ സാത്ത് ഖേത് മേ കടി മെഹനത് കർണി പഡ്തി ഹെ. കാളകളുമായിട്ട് എന്താണ്, വയലില് കടി മെഹനത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിസാൻ കോ മിട്ടി കാ പൂർണ്ണ പാർഖി ക്യോ കഹാ ഗയാ ഹെ. കർഷകന് എന്താണ്, മണ്ണിന്റെ എല്ലാ കാര്യവും അറിയുന്ന ആൾ, അല്ലെങ്കിൽ മണ്ണിന്റെ പരീക്ഷകൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കവിതയിൽ. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. കിസാൻ കോ മിട്ടി കാ പൂർണ്ണ പാർഖി ഇസ്ലിയെ കഹാ ഗയാ ഹെ ക്യോങ്കി വ മിട്ടി കോ ബഹുത് അച്ഛി തരഹ സെ പെഹചാൻതാ ഓർ സമജ്താ ഹെ. അപ്പം കർഷകനെ മിട്ടി കാ പൂർണ്ണ പാർഖി എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് വ മിട്ടി കോ ബഹുത് അച്ഛി തരഹ സെ പെഹചാൻതാ ഓർ സമജ്താ ഹെ. ആ കർഷകൻ എന്താണ്, മിട്ടിക്കോ മണ്ണിനെ, ബഹുത് അച്ഛി തരഹസെ വളരെ നല്ല രീതിയിൽ, പെഹചാൻത ഓർ സമജ്ത ഹെ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പെഹചാന എന്ന് വെച്ചാൽ തിരിച്ചറിയുക, സമജ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മനസ്സിലാക്കുക. വ ജാൻത ഹെ കി മിട്ടി മേ കബ് കാസെ ഓർ ക്യാ ബോന ഹെ. കർഷകൻ അറിയാം മണ്ണില് എപ്പോൾ എന്ത് എങ്ങനെയാണ് എന്താണ് ബോന ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിതയ്ക്കേണ്ടത് എന്ന്. वह मिट्टी के साथ रहकर तपकर गलकर अपना पूरा जीवन बिता देता है. കർഷകൻ എന്താ ചെയ്യുന്നത്, മിട്ടി കെ സാത്ത് രഹക്കർ മണ്ണിനോടൊപ്പം നിന്നിട്ട്, തപ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തിയിട്ട്, ഗൽക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഉരുകിയിട്ട്, അപ്നാ പൂരാ ജീവൻ ബിതാ ദേത്താ ഹെ തന്റെ ജീവിതം മുഴുവനും എന്താണ്, ചിലവഴിക്കുന്നു മണ്ണിനോടൊപ്പം. ഇസ്ലിയെ വ മിട്ടി ക അസ്ലി ജാൻകാർ അഥവാ പാർക്കി ഹെ. അതുകൊണ്ടാണ് എന്താണ്, കർഷകനെ മിട്ടി ക അസ്ലി ജാൻകാർ മണ്ണിനെ യഥാർത്ഥമായി അറിയുന്ന വ്യക്തി അഥവാ പാർക്കി എന്ന് വിളിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൻ കി ഖാദ് മിലാന ക മത്ലബ് ക്യാ ഹെ. തൻ കി ഖാദ് മിലാന എന്നുള്ള ഒരു വരിയുണ്ട് കവിതയിൽ. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്.
तन की खाद मिलाना का मतलब है कि किसान अपनी पूरी मेहनत, പസീന और താക്കത്ത് മിട്ടി മേ ലഗാ ദേതാ ഹെ. അപ്പൊ ഈ ഒരു പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകര് അപ്നി പൂരി മെഹനത്ത്, തങ്ങളുടെ മുഴുവൻ അധ്വാനവും, മെഹനത്ത് എന്ന് വെച്ചാൽ എന്താണ് അധ്വാനം, പസീന എന്ന് വെച്ച് കഴിഞ്ഞാൽ വിയർപ്പ്, ഓർ താക്കത്ത് അതുപോലെ തന്നെ താക്കത്ത് എന്ന് വെച്ചാൽ ശക്തി, മിട്ടിമേ ലഗാ ദേതാ ഹെ എന്താണ് ഈ മണ്ണിലാണ് കൊടുക്കുന്നത്. തന്റെ അധ്വാനവും വിയർപ്പും ശക്തിയും ഒക്കെ ഈ മണ്ണിലാണ് അവർ കൊടുക്കുന്നത്. वह अपना पूरा जीवन मिट्टी की शक्ति बढ़ाने में लगा देता है, जैसे खुद को खाद बनाकर मिट्टी को जिंदा रखता है. അതായത് ഈ കർഷകര് തങ്ങളുടെ ജീവിതം മുഴുവനും മിട്ടിക്ക് ശക്തി ബടാനേമേ മണ്ണിന്റെ ശക്തി കൂട്ടാനായിട്ട് ലഗാദേത്ത ഹെ എന്താണ് അതിലേർപ്പെടും. ജൈസെ ഖുദ് കോ ഖാദ് ബനാക്കർ മിട്ടി കോ ജിന്ദാ രഖ്താ ഹെ, എങ്ങനെയാണോ തന്റെ ശരീരം അല്ലെങ്കിൽ തന്നെ മണ്ണിന്റെ ഒരു വളമാക്കി കണക്കാക്കിയിട്ട് ഈ മണ്ണിന്റെ ശക്തി കൂട്ടാനും മണ്ണിനെ ജീവനോടെ വെക്കാനും ശ്രമിക്കുന്നത് പോലെയാണെന്നാണ് പറയുന്നത്. അതായത് കർഷകരുടെ അധ്വാനത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അവരുടെ ശരീരം തന്നെ അവർ ഈ മണ്ണിന് വേണ്ടിയിട്ട് വളമാക്കുകയാണ്, മണ്ണിനെ ജീവനോടെ വെക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശരീരം തന്നെ കൊടുക്കുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഖേത്തി സെ സംബന്ധ രഖ്നെ വാലി ശബ്ദ് കവിത സെ പെഹചാൻ കർ ലിഖെ. അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ കവിതയിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളത് ജുവ, ബീജ് തുടങ്ങിയ വാക്കുകളാണ്. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ചേർക്കാൻ പറ്റിയ? ബാല്, ഖേത്ത്, മിട്ടി, ഫസൽ, അന്ന് തുടങ്ങിയവ ഇതിൽ ആഡ് ചെയ്ത് ചേർക്കും. പിന്നെന്താ പറയുന്നത്? കിസാൻ അപ്നി ജിന്ദഗി कैसे व्यतीत करता है कविता के आधार पर पूर्ति करे. വ്യതീത് കർണ എന്ന് വെച്ചാൽ ചിലവഴിക്കുക. അപ്പം കർഷകര് അവരുടെ ജീവിതം എങ്ങനെയാണ് ചിലവഴിക്കുന്നത്, പിന്നെ കവിതേനെ ബേസ് ചെയ്തിട്ട് എന്താണ് ഈ തന്നിട്ടുള്ള വേർഡ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം കിസാൻ വർഷ और धूप में काम करता है എന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കിസാൻ മിട്ടി കാ മർമ്മ സമജ്താ ഹെ എന്നുള്ളതും തന്നിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് ചേർക്കാൻ വേണ്ടി പറ്റുക? വ बैलों के साथ खेत जोतता है, वह कड़ी मेहनत करता है. അപ്പം बैलों के साथ खेत जोतता है എന്ന് വെച്ച് കഴിഞ്ഞാൽ കാളകളും ഒത്തിട്ട് എന്താണ് വയൽ ഉഴുതുമറിക്കുന്നു. കടി മെഹനത് करता है എന്ന് വെച്ചാൽ കഠിനാധ്വാനം ചെയ്യുന്നു. വ अपनी पसीने से धरती को उपजाऊ बनाता है. उपजाऊ बनाന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫലഭൂയിഷ്ടമാക്കുക എന്നുള്ളതാണ്. തന്റെ പസീന, തന്റെ വിയർപ്പ് കൊണ്ട് ഈ ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കുന്നു എന്നുള്ളതാണ്. പിന്നെ വ മിട്ടി കി മഹിമ ഗാത്ത ഹെ, മണ്ണിനെ കുറിച്ച് വാഴ്ത്തി പാടുന്നു. വ മിട്ടി കോ ജീവിത് രഖ്താ ഹെ, മണ്ണിനെ ജീവനോടെ വെക്കുന്നു. വ മിട്ടി മേ ബീജ് ബോത്ത ഹെ, എന്താണ് ഈ മണ്ണില് വിത്ത് വിതയ്ക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് കർഷകനെ കുറിച്ചിട്ട് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. कविता से निम्नलिखित आशय वाली पंक्तियां चुनकर लिखें. किसान अपनी जिंदगी व्यतीत करके खेत में समृद्धि का स्वप्न देखता है. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് താഴെ പറയുന്ന ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. ആദ്യത്തെ വരിയിൽ എന്താ പറയുന്നത്? ആദ്യത്തെ ആശയം എന്ന് പറയുന്നത് കർഷകര് അവരുടെ ജീവിതം ചിലവഴിക്കുന്നത് തന്നെ എന്താ മണ്ണിൽ നിന്ന് സമൃദ്ധി ഉണ്ടാക്കുന്ന സ്വപ്നം കണ്ടിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോ ആ വരികൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ഖപ്പാ രഹാ ഹെ ജീവൻ അപ്ന, ദേഖ് രഹാ ഹെ മിട്ടി മേ സോനെ കാ സപ്ന എന്നുള്ളതാണ്. ഓക്കെ, किसान कड़ी मेहनत से खेत को सदा उर्वर बनाता है और स्वयं जीवित रहता है. അപ്പം അത് ഏത് വരികളിലാണ് പറയുന്നത്? अपने तन की खाद मिलाकर मिट्टी को जीवित रखता है, ഖുദ് ജീത്ത ഹെ എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഠേ സംജെ ഓർ ലിഖേ എന്നാണ് പറയുന്നത്. വായിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് എഴുതുക. ഇൻ പ്രയോഗവും പർ ധ്യാൻ ദേ. താഴെ തന്നിട്ടുള്ള വാക്കുകൾ നോക്കുക. ജാക്കർ, ഗരജ്കർ, തപ്കർ, ബർസാക്കർ, ഡൂബ്കർ, മർക്കർ തുടങ്ങിയവ. ऊपर दिए गए शब्दों से नए वाक्य बनाकर लिखें. മേൽ തന്നിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് പുതിയ വാക്യങ്ങൾ എഴുതാനാണ് പറയുന്നത്. മേ मैदान में जाकर खेलता हूँ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ മൈതാനത്തിൽ പോയിട്ടാണ് കളിക്കുന്നത് എന്നാണ്. ഗരജ്കർ എന്നുള്ളതിന്റെ സെന്റൻസ് നോക്കാം. ബാദൽ ആസ്മാൻ മേ ഗരജ്കർ ബരസ്നെ ലഗെ എന്നുള്ളതാണ്. അതായത് മേഘങ്ങള് ആസ്മാൻ മേ ആകാശത്തില്, ഗരജ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർജിച്ചുകൊണ്ട്, അതായത് ഇടി വെട്ടുന്ന സൗണ്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഗർജിച്ചുകൊണ്ട് ബരസ്നെ ലഗെ പെയ്യാനായിട്ട് തുടങ്ങി. കിസാൻ ധൂപ് മേ തപ്കർ ബി മെഹനത് കർത്താ ഹെ. കർഷകര് വെയിലില് തപ്കർ, അതായത് കത്തിയിട്ട് അത്രയും ചൂടില് ജോലി ചെയ്യുന്നതിനാണ് പറയുന്നത്. ബി മെഹനത് കർത്താ ഹെ, എന്താണ് അധ്വാനിക്കുന്നു.
बादलों ने പാനി ബർസാക്കർ ഖേത്തോ കോ ഹരാ ഭരാ കർ ദിയ. ബർസാക്കർ എന്നുള്ളതാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക്. അപ്പോ മേഘം എന്താണ് ചെയ്തത്? പാനി ബർസാക്കർ, മഴ പെയ്യിച്ചിട്ട് എന്താണ്? ഖേത്തോ കോ ഹരാ ഭരാ കർ ദിയ, വയലുകളെ പച്ചപ്പുള്ളതാക്കിയിട്ട് മാറ്റി. വ നദി മേ ഡൂബ്കർ തേർന സീഖ് രഹാ ഥ, അവൻ നദിയിൽ ഡൂബ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുങ്ങിയിട്ട്, തേർന നീന്തുക, സീഖ് രഹാ ഥ നീന്തൽ പഠിക്കുകയായിരുന്നു. സൈനിക് ദേശ് കെ ലിയെ മർക്കർ ബി അമർ ഹോ ഗയ, ആ സൈനികൻ എന്താണ്? രാജ്യത്തിന് വേണ്ടിയിട്ട്, മർക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചിട്ട് എന്താണ്? അമർ ഹോ ഗയ. മർക്കർ ബി എന്ന് പറഞ്ഞാൽ മരിച്ചിട്ടും എന്താണ്? അമർ ഹോ ഗയ, മരണമില്ലാത്തൊരു വ്യക്തിയായി മാറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. ഈ കവിതയുടെ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുക. അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് താഴെ ഒരു ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. കവിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതിയിരിക്കണം, കവിതയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതിയിരിക്കണം, കവിതയുടെ ആശയം ഉണ്ടായിരിക്കണം, കവിതയുടെ വിശേഷതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം, നിങ്ങളുടെ അഭിപ്രായം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. മോസ്റ്റ്ലി ഒരു തലക്കെട്ടും കൂടി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ആസ്വാദന ടിപ്പണിക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ആസ്വാദന ടിപ്പണി നോക്കാം. യഹ് ധർത്തി ഹൈ ഉസ് കിസാൻ കി, കിസാൻ കെ ശ്രം കാ ഗൗരവ് എന്നുള്ളതാണ് എന്താണ് ഈ ഒരു ആസ്വാദന ടിപ്പണിയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്. കേദാർനാഥ് അഗ്രവാൾ ഹിന്ദി സാഹിത്യക്ക് പ്രസിദ്ധ കവി ഹെ. കേദാർനാഥ് അഗ്രവാൾ ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു കവിയാണ്. ഉनकी കവിതാओं में किसान और प्रकृति का सजीव चित्रण मिलता है. അദ്ദേഹത്തിന്റെ കവിതകളില് കർഷകരും അതുപോലെ തന്നെ പ്രകൃതിയും തമ്മിലുള്ള ഒരു സജീവമായിട്ടുള്ള ചിത്രണമാണ് നമുക്ക് ലഭിക്കുക. प्रस्तुत कविता यह धरती है उस किसान की में कवि ने किसान के परिश्रम और उसके महत्व को प्रभावशाली ढंग से व्यक्त किया है. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കവിത യഹ് ധർത്തി ഹൈ ഉസ് കിസാൻ കി എന്നുള്ളതില് കവി എന്താണ് ചെയ്തിട്ടുള്ളത്? കിസാൻ കി പരിശ്രമം और उसके महत्व को, കർഷകരുടെ പരിശ്രമത്തെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ മഹത്വത്തെ കുറിച്ചിട്ടൊക്കെ പ്രഭാവശാലി ഢങ് സെ, വായിക്കുന്ന ആളുകളിൽ, വായനക്കാരിൽ പ്രഭാവം ചെലുത്തുന്ന രീതിയിൽ എന്താണ്? വ്യക്ത കിയ ഹെ ആണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. കവി കഹത്തെ ഹൈ കി യഹ് ധർത്തി നാ കിസി राजा की है और ना किसी गरीब की है, बल्कि उस किसान की है जो धूप बरसात और तेज हवा में भी लगातार मेहनत करता है. കവി പറയുന്നത് ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് രാജാവിന്റെയോ അല്ലെങ്കിൽ ഗരീബിന്റെ, അതായത് ദരിദ്രനായ വ്യക്തിയുടെയോ ഒന്നുമല്ല, മറിച്ച് ബൽക്കി എന്ന് പറഞ്ഞാൽ മറിച്ച് ഉസ് കിസാൻ കി ഹെ, അത്തരം കർഷകരുടേതാണ്. ആരാണോ ധൂപ്പ് ബർസാത്ത് ഒരു തേസ് ഹവാമേ, വെയിലത്തും മഴയത്തും അതുപോലെ തന്നെ വരണ്ട കാറ്റത്തും ഒക്കെ ലഗാതാർ മെഹനത് കർത്താ ഹെ, കണ്ടിന്യൂസ് ആയിട്ട് എന്താണ്? ഹാർഡ് വർക്ക് ചെയ്യുന്നത്, അധ്വാനിക്കുന്നത്. വ बैलों के साथ खेत जोतता है, मिट्टी में बीज बोता है और अपने पसीने से धरती को उपजाऊ बनाता है. അത്തരം കർഷകർ എന്താ ചെയ്യുന്നത്? കാളകളോടൊപ്പം പോയിട്ട് എന്താണ്? വയല് ഉഴുതു മറിക്കും, അതുപോലെ തന്നെ മണ്ണില് വിത്ത് വിതയ്ക്കും. തന്റെ പസീനേസെ, തന്റെ വിയർപ്പ് കൊണ്ട് ധർത്തിക്കോ ഉപജാവു ബനാത്ത ഹെ, എന്താണ്? ഭൂമിയെ ഫലഭൂഷ്ടമാക്കിയിട്ട് മാറ്റുമെന്നുള്ളതാണ്. खून चाटती वायु और तन की खाद मिलाकर जैसे शब्द किसान के कठोर श्रम को स्पष्ट करते हैं. ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങളുണ്ടല്ലോ, ഇത് കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഖൂൻ ചാട്ടി വായു, തൻകി ഖാദ് മിലാക്കർ എന്നൊക്കെ ഉള്ളത്. അതെന്താണ്? ഇത്തരം പ്രയോഗങ്ങള് കർഷകരുടെ എന്താണ്? കഠിനാധ്വാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. കവിത കി ഭാഷ സരൾ और ഭാവനാത്മക് ഹെ, കവിതയുടെ ഭാഷ എന്ന് പറയുന്നത് വളരെ സരളമായിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ ഭാവനാത്മകമായിട്ടുള്ള ഒന്നാണ്. ഇസ് കവിത കാ മുഖ്യ ആശയ യഹ് ഹെ കി കിസാൻ ഹി ധർത്തി കാ സച്ച അധികാരി ഹെ. ഈ ഒരു കവിതയുടെ മുഖ്യമായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് കർഷകർ തന്നെയാണ് എന്താണ്? ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ എന്നുള്ളതാണ്. क्योंकि वही अपनी मेहनत से अन्न उगाकर सबका പാലൻ പോഷൺ करता है. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരാണ് അവരുടെ മെഹനത്ത്, അവരുടെ അധ്വാനം കൊണ്ട് അന്ന ഉഗാക്കർ, അന്നം ഉൽപ്പാദിപ്പിച്ചിട്ട് സബ്കാ പാലൻ പോഷൺ करता है, എന്താണ്? എല്ലാവരുടെ വയറും നിറയ്ക്കുന്നത് എന്നുള്ളതാണ്. कवि ने किसान के त्याग, संघर्ष और मिट्टी से उसके गहरे संबंध को सुंदर रूप में प्रस्तुत किया है.
കവി എന്താണ് ചെയ്തിട്ടുള്ളത്? കർഷകന്റെ ത്യാഗം, സംഘർഷം, അതുപോലെ തന്നെ മിട്ടി സെ ഉസ്കെ ഗഹരെ സംബന്ധം, മണ്ണുമായിട്ടുള്ള കർഷകരുടെ ആഴത്തിലുള്ള ബന്ധം, അതിനെ സുന്ദർ രൂപമേ പ്രസ്തുത് കിയ ഹെ, വളരെ മനോഹരമായിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇസ് കവിത കോ പഠ്കർ കിസാൻ കെ പ്രതി സമ്മാൻ और कृतज्ञता का भाव ജാഗ്രത് होता है. ഈ കവിത വായിക്കുന്ന സമയത്ത് എന്താണ്? കർഷകരെ പ്രതി സമ്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദരവ്, അതുപോലെ തന്നെ കൃതജ്ഞത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃതജ്ഞത, അതായത് നന്ദി, അതൊക്കെ എന്താണ് നമ്മുടെ ഉള്ളിൽ ഉണരും എന്നാണ് പറയുന്നത്. മേരെ വിചാർ സെ യഹ് കവിത ബഹുത് പ്രേരണാദായക് और हमें किसान के परिश्रम का आदर करना सिखाती है. ഈ ഒരു കവിത എന്റെ വിചാർസ എന്ന് വെച്ചാൽ എന്റെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഈ ഒരു കവിത എന്ന് പറയുന്നത് വളരെയധികം പ്രേരണ നൽകുന്ന ഒന്നാണ്. അതുപോലെ തന്നെ കർഷകരുടെ മഹത്വം, അവരുടെ പരിശ്രമമൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കി തരുന്ന, അവരെ ആദരിക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കവിതയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷക് ദിവസ് पर आपके विद्यालय में जत्था निकाला जा रहा है, प्लकार्ड के लिए संदेश वाक्य लिखे എന്നുള്ളതാണ്. അപ്പോൾ കർഷക ദിനത്തെ സംബന്ധിച്ചിട്ട് പ്ലക്കാർഡ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ജീതാ രഹേ കിസാൻ എന്ന് പറഞ്ഞിട്ടാണ് ഒരു പ്ലക്കാർഡിൽ എഴുതിയിട്ടുള്ളത്. ജീതാ രഹേ കിസാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർ എന്നെന്നും ജീവിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെയുള്ള പ്ലക്കാർഡ്സ് വേറെ നിങ്ങളോട് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കത് നോക്കാം. കുറച്ച് സെന്റൻസസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ, കുറച്ച് സ്ലോഗൻസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. അത് അവിടെ കാണിച്ചിട്ടുള്ള പോലെ പ്ലക്കാർഡ് ആക്കിയിട്ട് എഴുതുക. അതായത് ഒരു ബോക്സ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ സെന്റൻസ് എഴുതുക, എന്നിട്ട് താഴോട്ട് അതിന്റെ ഒരു പിടി പോലെ വരയ്ക്കുക. ടെക്സ്റ്റിൽ എങ്ങനെയാണോ തന്നിട്ടുള്ളത് അതുപോലെ. കിസാൻ ഹെ ദേശ് കി ഷാൻ എന്നുള്ളതാണ്, അതായത് കർഷകരാണ് രാജ്യത്തിന്റെ ഷാൻ, അഭിമാനം എന്നുള്ളതാണ് പറയുന്നത്. അന്നദാതാക്കോ നമൻ, അന്നദാതാക്കോ നമൻ എന്ന് വെച്ചാല് അന്നദാതാക്കളെ നമിക്കുന്നു എന്നുള്ളതാണ്. കിസാൻ ബിന ജീവൻ സൂന, കർഷകരില്ല എന്നുണ്ടെങ്കിൽ ജീവിതം സൂന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇല്ലാത്ത പോലെയാണെന്നുള്ളതാണ്, ഹോളോ ആണ്. മെഹനത് കഷ് കിസാൻ ഹമാര അഭിമാൻ, അധ്വാനിക്കുന്ന കർഷകർ നമ്മുടെ അഭിമാനമാണ്. അതിലേതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടെണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സഫലता के लिए परिश्रम की आवश्यकता है, निम्नलिखित बिंदुओं पर चर्चा करें और लेख लिखें എന്നുള്ളതാണ്. അപ്പം സഫലത के लिए परिश्रम की आवश्यकता है, സഫലത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സക്സസ്, വിജയത്തിന് വേണ്ടിയിട്ട് പരിശ്രമം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. നിമ്നലിഖിത് ബിന്ദുവോ പർ ചർച്ച കരെ ഓർ ലേഖ ലിഖെ, താഴെ തന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടൊരു ലേഖ എഴുതാനാണ് പറയുന്നത്. അപ്പൊ ജീവനെ സഫലത പ്രാപ്ത് കർണ, ജീവിതത്തിൽ വിജയം നേടുക. ഹാർ തക്കാൻ കാ സാമന കർണ, അതായത് പരാജയങ്ങളും അതുപോലെ തന്നെ ക്ഷീണം അങ്ങനത്തെ കാര്യങ്ങളിനൊക്കെ നേരിടുക. സംഘർഷ ഭരെ ജീവനെ ആകെ ബഡ്തേ ജാന, സംഘർഷം നിറഞ്ഞ ജീവിതത്തിൽ മുന്നോട്ട് പോവുക. പരിശ്രമം കാ മെഹത്വ പെഹച്ചാന, പരിശ്രമത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. സമാജ് ഓർ ദേശ് കെ വികാസ് മേ പരിശ്രമം കാ യോഗ്ദാൻ, സമൂഹത്തിന്റെയും അതുപോലെ തന്നെ എന്താണ് രാജ്യത്തിന്റെയും വികസനത്തിൽ പരിശ്രമത്തിന്റെ പങ്ക് എന്നുള്ളതാണ്. ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ലേഖ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ നോക്കാം. അപ്പൊ ആദ്യം തന്നെ ലേഖിന് വേണ്ടിയിട്ട് ഒരു ഹെഡിങ് എഴുതണം. പരിശ്രമം ഹി സഫലത കി ചാബി എന്നുള്ളതാണ് ഹെഡിങ്. പരിശ്രമമാണ് വിജയത്തിന്റെ താക്കോൽ എന്നാണ് അതിന്റെ അർത്ഥം. ചാബി എന്ന് വെച്ച് കഴിഞ്ഞാൽ താക്കോൽ. ജീവൻ മേ സഫലത പാനെ കെ ലിയെ പരിശ്രമം ബഹുത് ജറൂരി ഹെ, ജീവിതത്തില് എന്താണ് വിജയം നേടാനായിട്ട് പരിശ്രമം വളരെ ജറൂരി ഹെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അനിവാര്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ബിനാ മെഹനത് കെ കോയി ഭി ബഡാ ലക്ഷ്യ ഹാസിൽ നഹി കിയാ ജാ സക്ത, അധ്വാനിക്കാതെ ജീവിതത്തിലെ ഒരു ലക്ഷ്യവും ഹാസിൽ നഹി കിയാ ജാ സക്ത എന്ന് വെച്ച് കഴിഞ്ഞാല് നേടാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. രാസ്തേ മേ ഹാർ ഓർ ഥക്കാൻ ജറൂർ ആത്തി ഹെ, വഴിയില് അതിനുള്ള വഴിയില്, അതായത് വിജയത്തിനുള്ള വഴിയില് എന്താ പരാജയങ്ങളും, ഥക്കാൻ എന്ന് വെച്ചാൽ ക്ഷീണം, ഹാർ എന്ന് വെച്ചാൽ പരാജയം, ഥക്കാൻ എന്ന് വെച്ചാൽ ക്ഷീണം, जरूर आती है അതൊക്കെ വരും. लेकिन जो व्यक्ति हिम्मत नहीं हारता और लगातार मेहनत करता रहता है वही आगे बढ़ पाता है. പക്ഷെ ഏത് വ്യക്തിയാണോ ഹിമ്മത്ത് നെഹി ഹാർത്ത എന്ന് വെച്ചാൽ ധൈര്യം കൈവിടാത്തത്, ഹിമ്മത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യം എന്നുള്ള അർത്ഥമാണ്. ഹിമ്മത്ത് നെഹി ഹാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യം കൈവിടാത്തത്. ഓർ ലഗാതാർ മെഹനത് കർത്താ രഹത്താ ഹെ, ലഗാതാർ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് മെഹനത് കർത്താ രഹത്താ ഹെ, അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വഹി ആകെ ബഡ് പാത്താ ഹെ, ആ വ്യക്തിക്ക് മാത്രമാണ് മുന്നോട്ട് പോകാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. जैसे किसान बरसात, धूप और कठिनाइयों का सामना करते हुए भी खेत में फसल उगाता है
वैसे ही हर इंसान को अपने जीवन में संघर्ष करते हुए आगे बढ़ते रहना चाहिए. അപ്പോൾ എങ്ങനെയാണോ കർഷകര് മഴയത്തും വെയിലത്തും അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നുപോയിട്ട് അതിനൊക്കെ നേരിട്ടിട്ട് ഖേത് മേ ഫസൽ ഉഗാത്ത ഹെ, വയലില് ഫസൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ക്രോപ്സ്, വിളകള് ഉഗാത്ത ഹെ വളർത്തുന്നത്. വൈസേ ഹി ഹർ ഇൻസാൻ കോ, അതുപോലെ തന്നെ ഓരോ മനുഷ്യനും അപ്നെ ജീവൻ മേ സംഘർഷ് കർത്തേ ഹുയെ, തങ്ങളുടെ ജീവിതത്തിലെ സംഘർഷങ്ങളിലൂടെ കടന്നുപോയിട്ട് ആകെ ബഡ്തേ രഹന ചാഹിയെ, മുന്നോട്ട് പോകണം. അതായത് കർഷകരെ പോലെ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ പഠിക്കണം എന്നാണ് പറയുന്നത്. പരിശ്രമം കാ മഹത്വ സമജ്ന ബഹുത് ജറൂരി ഹെ, പരിശ്രമത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്യോंकि यही व्यक्ति को मजबूत और आत्मनिर्भर बनाता है. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വ്യക്തിയെ മസ്ബൂത്ത് എന്ന് വെച്ചാൽ സ്ട്രോങ് ആക്കുന്നത്. അതുപോലെ തന്നെ ആത്മനിർഭർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന, നമ്മളിൽ തന്നെ നമ്മൾ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ട് ഇത് സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത്. വേറെ ആരെങ്കിലും വന്ന് ചെയ്തു തരുമെന്ന് ആലോചിച്ചിട്ടിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. നമ്മൾ തന്നെ എല്ലാം ചെയ്യാനായിട്ട് യോഗ്യരാകുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ പരാജയങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സംഘർഷങ്ങളിൽ നിന്ന് പരിശ്രമിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. പരിശ്രम केवल व्यक्ति के लिए ही नहीं बल्कि समाज और देश के विकास के लिए भी जरूरी है. പരിശ്രമം എന്ന് പറയുന്നത് എന്താണ്, കേവലം വ്യക്തിയെ സംബന്ധിച്ച് മാത്രമല്ല, സമൂഹത്തെ സംബന്ധിച്ചും രാജ്യത്തെ സംബന്ധിച്ചും ഒക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ജബ് ഹർ നാഗരിക് മെഹനത് സെ കാം കർത്താ ഹെ തോ പൂരാ ദേശ് തരക്കി കർത്താ ഹെ. ഓരോ നാഗരികനും, അതായത് രാജ്യത്തെ ഓരോ വ്യക്തിയും അധ്വാനിച്ചിട്ട് തങ്ങളുടെ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൂരാ ദേശ്, ഈ രാജ്യം മുഴുവനും തരക്കി കർത്താ ഹെ. തരക്കി കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരോഗതി ഉണ്ടാവുക അല്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളതാണ്. അഭിവൃദ്ധി ഉണ്ടാവുക എന്ന് പറയാൻ വേണമെങ്കിൽ, അതായത് രാജ്യത്തെ എല്ലാ വ്യക്തികളും ഇതുപോലെ തന്നെ പരിശ്രമിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ രാജ്യത്തിന് നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്ലിയെ ഹമേ ഹമേഷ പരിശ്രമം കോ അപ്നെ ജീവൻ കാ ഹിസ്സ ബനാന ചാഹിയെ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പരിശ്രമത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഹിസ്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗം ആക്കി മാറ്റണം എന്നാണ് പറയുന്നത്. ക്യോंकि സഫലത की असली चाबी പരിശ്രം ഹി ഹെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സഫലത അല്ലെങ്കിൽ വിജയത്തിന്റെ യഥാർത്ഥ ചാബി എന്ന് പറയുന്നത് പരിശ്രമം തന്നെയാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇവിടെ ചെറിയൊരു കറക്ഷൻ പറയാനായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റില് ജുവ എന്ന് പറയുന്നത് നുകം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ കാളയുടെ കഴുത്തിലൊക്കെ ഒരു ഫിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അത്, ഉഴുതു മരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ കവിത പഠിപ്പിച്ച സമയത്ത് പറഞ്ഞത് ഭാഗ്യ പരീക്ഷണം നടത്തുന്നു എന്നുള്ളതാണ്. ജുവ രക്താഹ എന്ന് പറയുമ്പോൾ കർഷകര് തങ്ങളുടെ ഒരു ഭാഗ്യ പരീക്ഷണം നടത്തുന്നു എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ജുവ എന്നുള്ള വാക്കിന് ചൂതുകളി അങ്ങനെയൊക്കെ ഉണ്ട്, ഭാഗ്യ പരീക്ഷണം എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഈ കവിതയില് ജുവ എന്നതിന്റെ അർത്ഥം ഈ വയൽ ഉഴാനായിട്ട് ഉപയോഗിക്കുന്ന നുകത്തിനെയാണ് ജുവ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അവിടെ ഭാഗ്യ പരീക്ഷണം എന്നുള്ളതിലുപരി ഭാഗ്യപരീക്ഷണം എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. കാരണം പോയറ്റിക്കായ രീതിയിൽ ഭാഗ്യപരീക്ഷണം എന്ന് വിചാരിക്കാം. പക്ഷെ നേരിട്ട് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കാളകളുടെ കഴുത്തിന്റെ മുകളിൽ ആ നുകം വെച്ചിട്ട് വയല് ഉഴുതു മറിക്കുന്നതിനെ കുറിച്ചിട്ടാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനിത് ആ ഒരു വീഡിയോന്റെ കോമെന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കാം, ഇങ്ങനെ ഒരു കറക്ഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തെറ്റായിട്ട് വിചാരിച്ചു വെക്കേണ്ട, കറക്റ്റ് ആയിട്ടുള്ള കാര്യം ടെക്സ്റ്റിൽ കൊടുത്തത് ബേസ് ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ആൻഡ് കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.